ഹൈക്കോടതിയിൽ ഇന്നും അഭിഭാഷകർ മാധ്യമപ്രവർത്തകരെ തടഞ്ഞു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയവർക്കെതിരെ ഭീഷണി. മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങിയത് പോലീസ് സംരക്ഷണയിൽ. സംഭവം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി എ.കെ. ബാലൻ. കേരളത്തിലെ മെഡിക്കൽ പ്രവേശനം പൂർത്തിയാക്കാനുള്ള സമയപരിധി സുപ്രീം കോടതി ഒക്ടോബർ 7 വരെ നീട്ടി. കരാർ ഒപ്പിടാത്ത കോളേജുകളിലെ ഫീസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കും. സ്വാശ്രയ കോളേജുകളിൽ തലവരി വാങ്ങുന്നത് വിജിലൻസ് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. മലപ്പുറം കോട്ടപ്പടിയിൽ സ്കൂൾ ബസ് പാഞ്ഞുകയറി വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് മലപ്പുറം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി സിത്താര ജാസ്മിൻ. നിരവധി വിദ്യാർത്ഥികൾ പരിക്കുകളോടെ ആശുപത്രിയിൽ. KMML അഴിമതി കേസിൽ വിജിലൻസ് FIR സമർപ്പിച്ചു. മുൻ MD ടോം ജോസ് അടക്കം 10 പേർ പ്രതികൾ. അഴിമതി പുറത്തുകൊണ്ടുവന്നത് മീഡിയ വൺ വാർത്തകൾ വിജിലൻസ് സംഘം തെളിവായെടുത്തു. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. ഹൈക്കോടതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ വീണ്ടും തടഞ്ഞു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ റിപ്പോർട്ടിങ്ങിന് പോയ 8 പേരെയാണ് അഭിഭാഷകർ തടഞ്ഞത്. കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് മാധ്യമപ്രവർത്തകർ വീണ്ടും ഹൈക്കോടതിയിലെത്തിയത്. സംഭവം ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി എ.കെ. ബാലൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പത്രപ്രവർത്തക യൂണിയൻ നേതാക്കളുമായും അഭിഭാഷക സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു 8 മാധ്യമപ്രവർത്തകർ ഹൈക്കോടതിയിൽ റിപ്പോർട്ടിങ്ങിനായി പോയത്. ഉച്ചയ്ക്ക് ശേഷം ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ ഇരിക്കുമ്പോഴാണ് ഇവർക്കെതിരെ പ്രതിഷേധവുമായി ഒരു സംഘം അഭിഭാഷകർ രംഗത്തെത്തിയത്. കോടതിയിൽ നിന്ന് പോയില്ലെങ്കിൽ മർദ്ദിക്കുമെന്ന് അഭിഭാഷകർ ഭീഷണിപ്പെടുത്തി. പ്രശ്നം മാധ്യമപ്രവർത്തകർ ഗവൺമെന്റ് പ്ലീഡർ വഴി ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ രജിസ്ട്രാറോട് പരാതിപ്പെടാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. തുടർന്ന് പോലീസ് സംരക്ഷണയിലാണ് മാധ്യമപ്രവർത്തകർ രജിസ്ട്രാറുടെ ഓഫീസിൽ പരാതി നൽകാനെത്തിയത്. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ തങ്ങൾക്കെതിരെ മൊഴി നൽകിയവരെ ഒരു തരത്തിലും കോടതിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് അഭിഭാഷകർ ഭീഷണി മുഴക്കി. തുടർന്ന് അഭിഭാഷകർ പ്രകോപിതരായതിനാൽ മാധ്യമപ്രവർത്തകർ കോടതിക്ക് പുറത്തുപോകണമെന്ന് രജിസ്ട്രാറും ആവശ്യപ്പെട്ടു. രജിസ്ട്രാർക്ക് പരാതി എഴുതി നൽകിയ ശേഷം കനത്ത പോലീസ് സംരക്ഷണയിലാണ് 3 വനിതാ മാധ്യമപ്രവർത്തകരടങ്ങിയ സംഘം ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു കടന്നത്. സനൂപ് ശശിധരൻ, മീഡിയ വൺ, കൊച്ചി. ചീഫ് ജസ്റ്റിസിന്റെ ഇടപെടലും ഹൈക്കോടതിയിലെ മാധ്യമ വിലക്കിന് പരിഹാരമാകുന്നില്ലേ എന്നാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പരിശോധിക്കുന്നത്. KUWJ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി N. പത്മനാഭൻ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ചർച്ചയിൽ ചേരും. ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ടിങ്ങിന് പോവുകയും അവിടെ നിന്ന് പോലീസ് സംരക്ഷണയിൽ പുറത്തേക്ക് വരേണ്ടി വരികയും ചെയ്ത മാധ്യമത്തിന്റെ ചീഫ് റിപ്പോർട്ടർ PA സുബൈർ അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ചർച്ചയിൽ ചേരും. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E.K. നാരായണൻ ഇവിടെ കോഴിക്കോട് സ്റ്റുഡിയോയിൽ ഉണ്ടാകും. ഒപ്പം ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ PM മനോജിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം PA സുബൈറിലേക്ക്. സുബൈർ, ഏത് സാഹചര്യത്തിലാണ് 2 മാസത്തിന് ശേഷം ഇന്ന് റിപ്പോർട്ടിങ്ങിന് പോകാൻ മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചത്? കോടതിയിൽ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്? ജൂലൈ 19 ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ജൂലൈ 19 ഈ ഇത്രയും ദീർഘമായിട്ട് ഇത്രയും നീണ്ടുപോയൊരു സംഭവം ഉണ്ടാകുന്നത് ജൂലൈ 19. ഈ ജൂലൈ 19 20 കോടതിക്ക് അകത്തും പുറത്തും നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ചർച്ച ചെയ്ത് ഇതെല്ലാം വളരെ വിശദമായിട്ട് കേരളം ചർച്ച ചെയ്തു പോയ സംഭവങ്ങളാണ്. പക്ഷെ അതിനുശേഷം ഇതിൽ ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാര്യങ്ങളും നടന്നു. ഇന്നലെ ഇതിൻ്റെ അവസാനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇതിലൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഉറ്റുനോക്കിയ ഒരു യോഗം ഇന്നലെ നടന്നു. ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ മിക്കവാറും ഈ വിഷയം പരിഹരിക്കാൻ യോഗ്യരായ എല്ലാവരും, സീനിയർ ജഡ്ജിമാർ, എഡിറ്റർമാർ, അതുപോലെ അഭിഭാഷക അസോസിയേഷൻ്റെ പ്രതിനിധികൾ, പത്രപ്രവർത്തക യൂണിയൻ്റെ പ്രതിനിധികൾ, ഇവരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗം ഇന്നലെ നടക്കുകയും ആ യോഗത്തിൽ പങ്കെടുത്ത എഡിറ്റർമാർ പുറത്തിറങ്ങി വന്നിട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് ചേംബറിൽ ഈ വാർത്തകൾ ശരിയായ രീതി അത് ഡിക്റ്റേറ്റ് ചെയ്ത് ഈ ജഡ്ജിമാർ കൊടുക്കുന്ന ആ ജഡ്ജ്മെൻറ്റ് എഴുതിയെടുത്തിട്ട് അത് പോയി കമ്പോസ് ചെയ്ത് അത് എന്താ പറയുക, അത് കമ്പോസ് ചെയ്തെടുക്കുന്ന ഒരു സെക്ഷനാണ് ഈ
ജഡ്ജിമാരുടെ ചേംബർ എന്ന് പറയാം, ഈ ജഡ്ജിമാരിരിക്കുന്ന മുറിയോട് ചേർന്നിട്ടുള്ളതാണ്. അവിടെ പോയി ഇത് നോക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമായ രീതിയിൽ ആ ജഡ്ജ്മെൻ്റ് എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നമുക്ക് പ്രവേശനം പറ്റില്ല എന്ന് അവർ ഫുൾ കോർട്ട് കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരറിയിപ്പ് വന്നത്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. മീഡിയ റൂം തുറക്കുന്ന കാര്യം തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ വിട്ടു. എങ്കിൽ പോലും അവിടെ വന്ന് നമ്മൾ ആ റിപ്പോർട്ടർമാർക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിനോ ഭയം കൂടാതെ സ്വതന്ത്രമായി വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല, ഒരു വിലക്കുമില്ല എന്ന് അവരറിയിച്ചു എന്ന് എഡിറ്റർമാർ നമ്മളോട് പറയുന്നു. നമ്മുടെ അന്വേഷണത്തിലും അങ്ങനെയൊക്കെ നമ്മൾ ഒരു ധാരണ അവിടെ ആയതായിട്ട് നമ്മൾ മനസ്സിലാക്കി. സ്വാഭാവികമായും കഴിഞ്ഞ ആഴ്ച രജിസ്ട്രാറുടെ ഒരു പ്രസ് റിലീസും വന്നിരുന്നു. ഇവിടെ ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു വിലക്കില്ല, നിങ്ങൾക്ക് വന്നിട്ട് സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്താം, എല്ലാ കോടതികളിലും നിങ്ങൾക്ക് കയറി വാർത്ത എടുത്തിട്ട് കൊടുക്കാം. ഈ തുടർച്ചയായ 2 ആഴ്ചകളിൽ ഇത്തരം ഒരു ധൈര്യം നമുക്ക് പകരുമ്പോൾ സ്വാഭാവികമായിട്ടും കരുതുന്നത് നമ്മൾ ഇന്ന് കോടതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ സൂചനകളും തന്നു. വളരെ നേരത്തെ പരിചയമുള്ള അഭിഭാഷകർ, നല്ല പരിചയമുള്ള അഭിഭാഷകർ, നമ്മളെ കണ്ട് മാത്രം പരിചയമുള്ള അഭിഭാഷകർ, അവരെല്ലാം എവിടെയായിരുന്നു എന്ന് തമാശ രൂപത്തിലും അത് ഇനിയിപ്പോൾ സ്ഥിരം കാണാലോ അല്ലേ എന്ന് ഞാനും അവരും നമ്മളോട് പറഞ്ഞു. വളരെ എന്താ പറയുക, വളരെ സന്തോഷത്തോടു കൂടി ഇത് പറഞ്ഞതുപോലെ തന്നെ താൽക്കാലികമായി കുറേ കാര്യങ്ങളെങ്കിലും പരിഹരിക്കപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ അവിടെ ചെന്നു. ആ കുറച്ച് പോലീസുകാരെ കൂട്ടി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതിയാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെല്ലുമ്പോൾ കോടതിയിലേക്ക് കുറേ പേര് കയറിപ്പോയി. ഇപ്പം ഞാനടക്കമുള്ള 1-3-4 പേര് പുറത്തുനിന്ന് അഭിഭാഷകരും അവിടുത്തെ സ്റ്റാഫിനൊക്കെ കണ്ട് അവർ ആ പരിചയമുള്ളവരെ കണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കുന്നതിനിടയിലാണ് പതുക്കെ കുറേ ആളുകൾ ഒരു മൂലയിൽ, കുറേ വക്കീലന്മാർ, അത് അസോസിയേഷൻ്റെ ഭാരവാഹികളടക്കം കുറച്ച് പേര് ഇങ്ങനെ സംഘം ചേർന്ന് വരികയും ഞങ്ങളിൽ നിന്ന് ചിലരെയൊക്കെ വിളിച്ചിട്ട് ഇതെന്താണിത്, ഞങ്ങളും ചെന്നു. ഞങ്ങൾ അവിടെ പുറത്തുണ്ടായിരുന്ന പത്രപ്രവർത്തകർ അവിടെ ചെന്നു. അപ്പോൾ ഇതെന്താണിത്, ഞങ്ങൾ കുറേ ആളുകളെ നിങ്ങൾ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവരൊക്കെ അടക്കം എന്തിനാണ് അവരെ കൊണ്ടുവന്നത് ശരിയല്ല, ഇന്നലെ ചീഫ് ജസ്റ്റിസിൻ്റെ സാന്നിധ്യത്തിൽ തീരുമാനമായതല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചീഫ് ജസ്റ്റിസിൻ്റെ സാന്നിധ്യത്തിൽ തീരുമാനമായതല്ലേ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ധാരണ ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പ്രശ്നക്കാർ റിപ്പോർട്ടർമാരുടെ കാര്യം പറഞ്ഞതോ ഒന്നും പോലും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു അതെങ്ങനെ, എഡിറ്റർമാർ ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഞങ്ങൾ അവിടുത്തെ റിപ്പോർട്ടർമാരാണ്, ജീവനക്കാരാണ്, ഞങ്ങൾ അത് കേട്ട് ഞങ്ങൾ റിപ്പോർട്ടിങ്ങിന് വന്നിരിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഇവർ പ്രകോപിതരാകുകയാണ്. നിങ്ങൾ കൂടി ഉത്തരവാദികളാണ്, നിങ്ങളിവിടെ വരുന്നുണ്ട്, ഇന്നലെ യോഗത്തിലെ തീരുമാനം ലംഘിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദികളാണ്, നിങ്ങളിപ്പോൾ തന്നെ പുറത്ത് പോകണം, അവരെ വിളിച്ചുകൊണ്ട് ഉടനെ പുറത്ത് പോകണം, പുറത്ത് പോയില്ലെങ്കിൽ ഞങ്ങൾ അടിച്ചോടിക്കും. അത് വളരെ തുച്ഛം പേരാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ആദ്യമൊക്കെ അവിടെ വന്നവരൊക്കെ വളരെ കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുള്ളൂ, അവരാണ് ഈ പറഞ്ഞത് അടിച്ചോടിക്കും. പിന്നെ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും, അത് ഒരാളാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്നത്, അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചില്ലെങ്കിലും പുറത്തടിക്കാൻ ആൾ നിൽപ്പുണ്ടെന്നുള്ള ആ ലൈനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിന് ശേഷമാണ് അപ്പോഴത്തേക്കും അവിടുത്തെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊക്കെ വന്നു, പിന്നെ പോലീസുകാരും അത്യാവശ്യം വന്നു, പിന്നെ അകത്ത് കയറി, ഞങ്ങളെല്ലാവരും അകത്തേക്ക് കയറി കോടതിയുടെ അകത്ത് ചെന്നു. അകത്ത് ചെന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് കോർട്ട് ഓഫീസറോട് ഇങ്ങനെ ഒരു വിവരം പറഞ്ഞു, ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു. കോർട്ട് ഓഫീസർ അത് ചീഫ് ജസ്റ്റിസ് ശ്രദ്ധയിൽപ്പെടുത്തി. ചീഫ് ജസ്റ്റിസ് ഉടനെ തന്നെ പറഞ്ഞു അത് ഒരു പണി ചെയ്തോളൂ, അത് രജിസ്ട്രാറോട് ഒരു പരാതിയായിട്ട് കൊണ്ടുപോയി നിങ്ങൾ പോയി പറഞ്ഞോളാം പറഞ്ഞു. ഞങ്ങൾ പോലീസ് സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടി രജിസ്ട്രാർ റൂമിലേക്ക് പോയി രജിസ്ട്രാർക്ക് പരാതി കൊടുക്കുമ്പോൾ പുറത്ത് നിന്നിട്ടും ഇവരിങ്ങനെ ഭയങ്കര ഈ തരത്തിൽ ഭീഷണിയും പിന്നെ പുറത്തോട്ട് ഇറങ്ങി പോകാന്നുള്ള രീതിയിലൊക്കെ ചിലർ, അപ്പം പോലും അവിടെ കൂടുന്നവരിൽ പോലും വളരെ ആവേശത്തോടു കൂടി പറയുന്നവരും വെറുതെ സൈലൻ്റായി നിൽക്കുന്നവരും ഉണ്ട്. അപ്പോൾ ആവേശത്തിൽ പറയുന്ന കുറച്ച് പേരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഇതിനു മുമ്പ് നടന്ന 19-20 നടന്ന സംഘർഷത്തിലും ഇവരിൽ പലരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് ശേഷം ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാര്യം പുറത്ത് സംഘർഷാവസ്ഥയിലായിരുന്നു. അതുവരെ സംഘർഷാവസ്ഥയിൽ തന്നെയാണ് നിന്നയിച്ചത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ സ്വാഭാവികമായിട്ടും കുറേ പോലീസ് സംഘത്തിന് കൂടുതൽ പോലീസ് സംഘം വന്നു. ഞങ്ങളെ ആ പോലീസ് സംഘത്തിൻ്റെ കൂടെ പുറത്തേക്ക് ഇറക്കി വിട്ട് റോട്ടിൽ വന്ന് ഞങ്ങൾ വണ്ടികൾ പുറത്താണ് വെച്ചിരുന്നേച്ചത് നിന്ന് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഓരോരുത്തർ അപ്പം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതാണ് ഇന്ന് നടന്ന സംഭവം. അപ്പോൾ വളരെ പ്രതീക്ഷ തന്നിട്ട് അവസാനം ഈ 19-20 നടന്ന അതേ മാനസികാവസ്ഥയിലുള്ള അഭിഭാഷകരിൽ കുറച്ച് പേരെങ്കിലും അവിടെ ഉണ്ടെന്നുള്ളതും അവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇന്ന് ഞങ്ങൾക്ക്, ഞാനടക്കമുള്ള വനിതാ പത്രപ്രവർത്തകർ അടക്കമുള്ളവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റൈറ്റ്. PS സുബ്രഹ്മണ്യൻ മടങ്ങിയെത്താം. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് കെ നാരായണൻ, ഇവിടെ മാധ്യമപ്രവർത്തകർക്കുള്ള പ്രത്യേക അവകാശമോ
അധികാരമോ അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യമോ ഇതൊക്കെ മാറ്റി നിർത്താം. തുറന്ന കോടതിയിൽ എല്ലാ പൗരന്മാർക്കും ചെല്ലാനും അവിടെ നടക്കുന്നത് കാണാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ജുഡീഷ്യറിയിൽ അനുവദനീയമാണ്. അതുപോലും നൽകാനാവില്ല എന്ന നിലയിലേക്ക് അഭിഭാഷകർ നിലപാടെടുക്കുന്നത് അത് എത്രത്തോളം ന്യായീകരിക്കാവുന്നതാണ്? ഞാൻ ഈ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കിയത്, ഈ റിപ്പോർട്ടിങ്ങിനെ സംബന്ധിച്ച് അഭിഭാഷകർക്ക് യാതൊരു എതിർപ്പില്ല എന്ന് തന്നെയാണ്. ലോയേഴ്സ് യൂണിയനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാടുണ്ട് ഇക്കാര്യത്തിൽ. ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമുക്ക് എതിർപ്പില്ല. പക്ഷെ ഒരു വിഷയമുള്ളത്, ഈ ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ അത് ആദ്യം അറിയാനുള്ള അധികാരം കക്ഷിക്കാണ്. കോടതിയിലൊരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം അറിയാനുള്ള അധികാരം കക്ഷിക്കാണ്. കക്ഷിക്ക് എന്ന് പറഞ്ഞാൽ കക്ഷീൻ്റെ വക്കീലിനാണ്. ഇവിടെ പലപ്പോഴും മാധ്യമങ്ങളുടെ ആളുകൾ ഈ കക്ഷിയോ വക്കീലോ അറിയുന്നതിന് മുമ്പ് ജഡ്ജിമാരെ ചേംബറിൽ കയറി ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട്. അതിനെയാണ് ലോയേഴ്സ് യൂണിയൻ എതിർക്കുന്നത്, അഭിഭാഷകർ എതിർക്കുന്നത്. അതായത് കക്ഷിക്കും വക്കീലിനും ഇല്ലാത്തൊരു പ്രിവിലേജ് ഈ റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ, ഈ തീരുമാനങ്ങൾ ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ലൈൻ. കക്ഷിയും വക്കീലും അറിഞ്ഞതിന് ശേഷം ഏത് റിപ്പോർട്ട് വന്നാലും പ്രശ്നമില്ല. ആ ഒരു ഒറ്റ കാര്യം നമുക്ക് ഈ കാര്യത്തിലുള്ളൂ. മറ്റ് മാധ്യമങ്ങൾ, ഇപ്പോൾ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസാണ്. 4 വാതിലുകളുണ്ട് കോടതി. മുമ്പിലെ വാതിലുകളിൽ കൂടി വക്കീലന്മാരും പിന്നീട് ഏത് കക്ഷിക്ക് ഏതൊരാൾക്കും പോയിരുന്ന് കേൾക്കാവുന്നതാണ്, ഓപ്പണാണ്. അപ്പം അതിലൊരു രഹസ്യവും ഇല്ല. മാധ്യമങ്ങൾ മാത്രമല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങൾക്കാകെ കടന്നു വരാനും കേൾക്കാനുള്ള സൗകര്യം എല്ലാ കോടതികളിലും ഉണ്ട്. സുപ്രീം കോടതി പിന്നെ ഈ വിഷയത്തിന് ശേഷമാണ്, ഗോൾഡൻ ടെമ്പിൾ ആക്രമണത്തിന് ശേഷം ഒക്കെ സംഭവമൊക്കെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടൊക്കെ ശേഷമാണ് റെസ്ട്രിക്ഷൻ വന്നത്. അതിനു മുമ്പ് സുപ്രീം കോടതിയിലടക്കം ആർക്കും കടന്നില്ലാവുന്നേ ഉള്ളൂ. അപ്പം അക്കാര്യത്തിലും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ജഡ്ജിയുടെ ചേംബറിൽ പോയി എന്തെങ്കിലും വിവരം ശേഖരിക്കുമ്പോൾ തടയുക അല്ല സംഭവിച്ചത്. ഇന്ന് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെ വരുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുറന്ന കോടതി മുറിയിൽ പ്രവേശിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരോടാണ് അഭിഭാഷകർ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, നിങ്ങളിൽ ചിലർ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ അനുസരിച്ചിട്ടില്ല, അവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അതുകൊണ്ട് പുറത്തു പോകണം, ഇല്ലെങ്കിൽ തല്ലുകൊള്ളും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് കോടതി മുറിക്ക് പുറത്തു വച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഈ വിഷയം ഹൈക്കോടതിയിലെ വക്കീലന്മാരുമായിട്ട് ആലോചിച്ചു, ഇവിടെ ഈ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നാണ് വക്കീലന്മാരുടെ ഭാഗത്തുനിന്നുള്ള വിവരം. ഈ വക്കീലന്മാർ കൂട്ടം കൂടി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഒരാശങ്ക ഉണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെ ഇവർ ഞങ്ങളെ തടയാനും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ധാരണ നേരത്തെയുള്ള അനുഭവം വെച്ച് മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നം ഉണ്ടായെന്നാണ്. മറ്റു വക്കീലന്മാർ ആസ് എ ഹോൾ ഇവരെ തടയാൻ വേണ്ടിയോ ഇല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ. പക്ഷേ ശ്രീ കെ നാരായണൻ, ഇവിടെ സുബൈർ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. സുബൈർ അവിടെ കോടതി വളപ്പിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ കണ്ടും സംസാരിച്ചുമൊക്കെ പരിചയമുള്ള അഭിഭാഷകർ അവിടെ ഉണ്ടായിരുന്നു. അവരോട് വളരെ സൗഹാർദ്ദപൂർവ്വമായി സംസാരിച്ചതിന് ശേഷമാണ് കോടതി മുറിയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചും ചില അഭിഭാഷകരെ കണ്ടു, അവരോടും സംസാരിച്ചു, അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല. അതിനുശേഷമാണ് കുറച്ച് ആളുകൾ വന്ന് ഇങ്ങനെ സംസാരിച്ചതെന്നാണ്. അഭിഭാഷകരെ മൊത്തമായി അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവരെല്ലാവരും പ്രശ്നമുണ്ടാക്കി എന്നുള്ള മട്ടിലോ അല്ല സുബൈർ ആ സംഭവത്തെ വിശദീകരിക്കുന്നത്. മാത്രവുമല്ല, ചീഫ് ജസ്റ്റിസ് തന്നെ ഇക്കാര്യത്തിൽ രജിസ്ട്രാറോട് പരാതി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. കോർട്ട് ഓഫീസർ ഇവർക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്ന നിർദ്ദേശം കോർട്ട് ഓഫീസർക്ക് കൊടുക്കുന്നു. കോർട്ട് ഓഫീസർ പോലീസിനെ വിളിച്ച് പോലീസിൻ്റെ അകമ്പടിയിൽ മാധ്യമപ്രവർത്തകർക്ക് കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്രയും ഒക്കെ നിൽക്കുമ്പോൾ അഭിഭാഷകർ എങ്ങനെയാണ് പറയുക ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ സാധിക്കും? ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഒറ്റപ്പെട്ട അഭിഭാഷകന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ആർക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. പക്ഷേ അഭിഭാഷക സമൂഹത്തിനെ സംബന്ധിച്ച് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. എന്താണത്? മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, അത് അവർക്ക് വകവെച്ചു കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അഭിഭാഷകർക്കുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ ജഡ്ജിമാർ കോടതി വിധി കക്ഷിക്കും വക്കീലിനും കിട്ടുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് കിട്ടണം എന്നുള്ള വാശി ശരിയല്ല എന്നുള്ള മാത്രമേ നമ്മൾ കാഴ്ചപ്പാടുള്ളൂ. പിന്നെ ഒറ്റപ്പെട്ട അഭിഭാഷകന്മാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മൊത്തം അഭിഭാഷക സമൂഹത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകരിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാധ്യമ സമൂഹത്തിനാകെ ഏറ്റെടുക്കാൻ കഴിയാത്തതുപോലെ തന്നെ അഭിഭാഷകരുടെ ഇടയിൽ ഒറ്റപ്പെട്ട ഈ സമൂഹമാണല്ലോ, അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അതിൽ അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ മൊത്തത്തിൽ
നമ്മുടെ അഭിഭാഷക സമൂഹത്തിന് ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഞാനീ പറഞ്ഞാണ് അതിൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ താങ്കളുടേതടക്കം അഭിഭാഷകർക്ക് സംഘടനകളുണ്ട്, അതിലൊക്കെ അംഗങ്ങളായ അഭിഭാഷകരുണ്ട്. അതിൽപ്പെട്ട അഭിഭാഷകർ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിലൊക്കെ താങ്കൾ ഈ പറഞ്ഞ വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അഭിഭാഷകരൊക്കെ ഉണ്ടാവുന്നത്. അവരെ നിയന്ത്രിക്കുകയും ഇതിനൊരു പരിഹാരമുണ്ടാക്കുകയും മാധ്യമപ്രവർത്തകർക്ക് അവിടെ കടന്നു വന്ന് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ഈ സംഘടനകളുടെ കൂടെ ബാധ്യതയല്ലേ? ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ മുമ്പ് ഈ ഹൈക്കോടതിയിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ 2 ദിവസത്തിന് ശേഷം തന്നെ നമ്മുടെ കമ്മിറ്റി ചേർന്ന് വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്തതിന് ശേഷം നമ്മളെടുത്ത നിഗമനം ഇതാണ്: ഈ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കണം. അത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ വക്കീലന്മാർക്കും കക്ഷിക്കും കിട്ടുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ശരിയല്ല. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ചില ജഡ്ജിമാരുടെ ചേംബറിൽ മാധ്യമ പ്രവർത്തകന്മാർ വക്കീലന്മാരോ കക്ഷിയോ പ്രവേശനം ഇല്ലാത്ത സ്ഥലത്തും കടന്നു ചെന്നിട്ട് റിപ്പോർട്ട് ശേഖരിക്കുന്നുണ്ട്. ആ സമീപനം ഒഴിവാക്കണം. ആദ്യം കക്ഷിക്കും വക്കീലിനും കൊടുത്തതിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുക്കുക. ഒരു സംശയം ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് നാരായണൻ, എന്തുകൊണ്ടാണ് ഇത് ആദ്യം കക്ഷിക്കും വക്കീലിനും തന്നെ കിട്ടണം, മാധ്യമങ്ങൾക്ക് കിട്ടിക്കൂടാ എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ഇതൊരു പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ ഹൈക്കോടതികളുടെ ഉത്തരവൊക്കെ. അത് ആരാദ്യം അറിയുന്നു എന്നുള്ളത് ഇത്രമാത്രം സെൻസിറ്റീവായ ഒരു കാര്യമാണ്. അത് വിഷയം വളരെ കൃത്യമാണ്. ഇപ്പോൾ ഒരു കേസ് കൊടുക്കുന്ന ഒരു കക്ഷിയാണ്, എന്ത് തന്നെയായാലും പബ്ലിക് ഡൊമൈൻ ആയാലും എവിടെയായാലും ഒരു കേസ് ഒരു കക്ഷി കൊടുക്കുകയാണ്. അപ്പോൾ കേസിലെ വിധി എന്താണെന്ന് ആദ്യം അറിയാനുള്ള അവകാശം കക്ഷിക്കല്ലേ? കക്ഷിക്കാണല്ലോ ആദ്യം അറിയാനല്ലോ. ഫസ്റ്റ് ഇൻഫർമേഷൻ കക്ഷി കിട്ടണം. കക്ഷി എന്ന് പറഞ്ഞാൽ കക്ഷീൻ്റെ വക്കീലാണ്. ഇവരറിഞ്ഞതിന് ശേഷമാണല്ലോ മറ്റ് ലോകം അറിയേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ വിഷയം, എൻ്റെ ഒരു പ്രശ്നം കോടതിയിലെത്തിക്കുവാണ്, ഹൈക്കോടതിയിലെത്തിക്കുവാണ്. ഹൈക്കോടതി തീരുമാനിച്ച് ചർച്ച ചെയ്ത് വിധി പറയുകയാണ്. ആ വിധി എന്താണെന്ന് അറിയാനുള്ള ആദ്യത്തെ അവകാശം എനിക്കല്ലേ? എന്നിട്ടാണല്ലോ മാധ്യമങ്ങൾക്ക് കൊടുക്കുക. ഇത് ഞാൻ അറിയുന്നതിന് മുമ്പ് ഞാനും മാധ്യമങ്ങൾ വഴി അറിയണമെന്ന് പറഞ്ഞാൽ ഞാനാണ് പെറ്റീഷണർ. പെറ്റീഷണർ പോലും മാധ്യമങ്ങൾ വഴി വാർത്ത മനസ്സിലാക്കണം എന്നുള്ള സ്ഥിതി മോശമാണ്. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ എൻ പത്മനാഭൻ, ഇവിടെ ഇന്നലെ ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ യോഗം നടന്നിരുന്നു. ആ യോഗത്തിലുണ്ടായ ചില ധാരണകളോ സൂചനകളോ ഒക്കെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ കോടതി റിപ്പോർട്ടിങ്ങിനായി ഹൈക്കോടതിയിലേക്ക് പോയത്. അവിടെ തടയപ്പെട്ടപ്പോൾ ചീഫ് ജസ്റ്റിസ് അവരോട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകാൻ ആവശ്യപ്പെടുന്നു. മാധ്യമപ്രവർത്തകർക്ക് വേണ്ട പോലീസ് സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് അവരെ പുറത്തെത്തിച്ച് ഓഫീസുകളിലേക്ക് പോകാൻ അനുവദിക്കുന്നു. അഭിഭാഷകരുടെ കാര്യത്തിൽ കോടതി ഒരു ഇടപെടലിന് തയ്യാറെടുക്കുന്നതായി തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് പ്രശ്നപരിഹാരത്തിന് ഉതകുമോ? അഭിഭാഷകരുടെ കാര്യത്തിൽ കോടതി ഒരിടപെടലിനും തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ സംഭവങ്ങളോടുകൂടി മനസ്സിലാവുന്നത്. ഞാനീ പറയുന്നത് KUWയുടെ ഔദ്യോഗിക അഭിപ്രായമായിട്ട് ആരും പരിഗണിക്കേണ്ട. ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുകയും ഈ പ്രശ്നങ്ങളെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മീഡിയ ആക്ടിവിസ്റ്റിന്റെ അഭിപ്രായമായി മാത്രം എടുത്താൽ മതി. KUWയുടെ ഔദ്യോഗിക അഭിപ്രായം KUWയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും പറയും, ഞാൻ പറയുന്നതല്ല. ഇതിനകത്തുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സഹതാപം തോന്നുന്നത് മിസ്റ്റർ ശന്തനു ഗൌഡർ എന്ന കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോടാണ്. അദ്ദേഹത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കോടതിയിലോട്ട് കയറി ചെന്ന പത്രപ്രവർത്തകരെ ഒരു പറ്റം അഭിഭാഷകർ ആക്രമിച്ചത്. അതായത് 5 ആളുകൾ കോടതി ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് ഗ്രൂപ്പ് റിപ്പോർട്ടർമാരിലെ 5 ആളുകൾ പാടില്ല, ഞങ്ങൾക്കെതിരെ മൊഴി കൊടുത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെട്ടിട്ടാണ് സുബീർ അടക്കമുള്ള ആളുകളോട് ഒരു ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സ് സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് അവർ അവസാനം കോർട്ട് ഓഫീസർ മുഖാന്തരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പം ബഹുമാനപ്പെട്ട അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ രജിസ്ട്രാർക്ക് കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് ആ മഹാമാന്യൻ അവിടെ ഇരിക്കുന്നത് ചോദിച്ചു പോവുകയാണ്. എന്തിനാ അദ്ദേഹം അവിടെ ഇരിക്കുന്നത്? അപ്പം ഒരു സ്കൂളിന്റെ ചുമതല ഹെഡ് മാസ്റ്റർക്കാണ് എന്ന് പറയുന്നത് പോലെ കോടതിയുടെ ചുമതല, ഹൈക്കോടതിയുടെ ചുമതല, സംസ്ഥാനത്തിന്റെ മൊത്തം ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെയും ചുമതല ചീഫ് ജസ്റ്റിസിനാണ്. അപ്പൊ ആ ചീഫ് ജസ്റ്റിസ് ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ ഇരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കകത്തുള്ള ലോ ആൻഡ് ഓർഡർ തകർന്നു. ഇറ്റ് ഈസ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു ഒരു ഹാൻഡ്ഫുൾ ഓഫ് അഭിഭാഷകർ. അപ്പൊ ഇന്നലെ പത്രാധിപന്മാരും പത്രപ്രവർത്തക യൂണിയന്റെ ആളുകളും ബാർ അസോസിയേഷനും എല്ലാം കൂടി ബാറിന്റെ ലീഡർ ഓഫ് ദി ബാർ ആയിട്ടുള്ള ബാർ അടക്കമുള്ള ആളുകൾ ചീഫ് ജസ്റ്റിസും മറ്റും ഇരുന്നു കൊണ്ട് ചർച്ച നടത്തിയിരുന്നു.
അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് യാതൊരു വിലക്കുമില്ല, ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ജസ്റ്റിസ് KT ശങ്കരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ 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 തരം താണ ഒരഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം അധപ്പതിച്ച നിലവാരത്തിലേക്ക് താഴുന്ന ഒരു ജഡ്ജി സമൂഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഖേദകരമാണ്. ആ സമൂഹത്തിന്റെ വികാരങ്ങളാണ് ഇന്നോടെ പ്രതിഫലിച്ചത്. അപ്പൊ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് നോക്കുകുത്തിയായി മാറുകയും ഒരു വിഭാഗം ആളുകൾ അഭിഭാഷകർ കൈകാര്യം ചെയ്തു. ഇന്നലെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അപ്പൊ നമ്മള് ഈ പത്രാധിപന്മാരും യൂണിയനും ചോദിച്ചു അത്രേ, അപ്പൊ നാളെ മുതൽ ഞങ്ങൾക്ക് വരാമോ എന്ന്. അപ്പോൾ പറഞ്ഞ കാര്യം എന്താന്ന് രാജീവിന് അറിയാമോ? അത് പൊതുസമൂഹം അറിയണം കേരളത്തിൽ. അപ്പം ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ അടക്കമുള്ള പഴയ മറ്റേ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞ എന്താന്ന് വെച്ചാല് അത് ദാമോദരൻ വക്കീൽ തീരുമാനിക്കുന്നു പറഞ്ഞാ പറയുന്നത്. ദാമോദരൻ വക്കീൽ ആരാ? ദാമോദരൻ വക്കീൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ അഡ്വക്കേറ്റ് ജനറലോ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചില ബാഹ്യശക്തികളാണ് എന്ന് പറഞ്ഞു വരുന്നു. ഇതാണോ ശരി? അപ്പം അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ള പോസ്റ്റ് ബിക്കം വീക്കൻഡ്. അദ്ദേഹം ഒരു സ്റ്റാമ്പായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നെനിക്ക് യാതൊരു ധാരണയുമില്ല. ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ദുർബലനായി മാറിയിരിക്കുകയാണ് ഈ കേസിലെങ്കിലും എന്ന് പറയുകയാണ്. നമ്മൾ അത് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്ന കോടതി മുറിക്ക് മുൻപിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് അഭിഭാഷകർ കയർക്കുന്നു, നിങ്ങളിവിടെ തുടർന്നാൽ തല്ലുകൊള്ളേണ്ടി വരും എന്ന് പറയുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. സ്വാഭാവികമായും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഇത് സംബന്ധിച്ചൊരു പരാതി കിട്ടുക എന്നത് നിയമപരമായ നടപടിക്രമം എന്ന നിലയ്ക്ക് അങ്ങനെ തന്നെയല്ലേ മുന്നോട്ട് പോകേണ്ടത്. അതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് ഒരു നടപടി എടുക്കുക, അതുവഴി കൂടുതൽ പ്രകോപനമുണ്ടാക്കുക, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയായിരിക്കില്ലേ ഒരുപക്ഷെ ചീഫ് ജസ്റ്റിസ് ചെയ്തിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പത്രപ്രവർത്തകരുടെ പരാതി, മാധ്യമപ്രവർത്തകരുടെ പരാതി ഹൈക്കോടതി രജിസ്ട്രാറുടെ മുമ്പിലുണ്ട്. ആ പരാതി പരിഗണിക്കാൻ അല്ലെങ്കിൽ ആ പരാതി പരിശോധിക്കാൻ നീതിന്യായ സംവിധാനം ബാധ്യസ്ഥവുമാണ്. ആ നിലയ്ക്ക് അഭിഭാഷകരും കോടതിയും തമ്മിലുള്ള ഒരു പ്രശ്നമായി അല്ലെങ്കിൽ അവിടെ പരിഹരിക്കപ്പെടേണ്ട ഒരു തർക്കമായി ഇത് മാറുകയല്ലേ ചെയ്തത്? അല്ല, ഇത് അഭിഭാഷകരും കോടതിയും തമ്മിൽ, കോടതിക്ക് ഇതിനകത്ത് റോളില്ല. ഇത് ഒരു വിഭാഗം അഭിഭാഷകർ മറ്റേ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചതെങ്കിൽ അവരും തമ്മിലുള്ള കൺഫ്രണ്ടേഷനാണ്. ടേക്ക് ദ കേസ്. മറ്റേ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ആ രീതിയിൽ തീർത്താൽ പോരെ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തല്ലുക എന്ന് പറഞ്ഞാൽ ശരിയാണോ? അപ്പൊ കോടതിക്ക് ഇതിനകത്ത് റോളില്ല. കോടതി ഈസ് സപ്പോസ് ടു ആക്ട് ആസ് എൻ അമ്പയർ. ഒരു സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അധ്യാപകരുടെ ഭാഗത്ത് ഏകപക്ഷീയമായിട്ട് നിൽക്കുകയാണ് ഹെഡ് മാസ്റ്റർ ചെയ്യേണ്ടത്. ഹെഡ് മാസ്റ്ററിന്റെ നീതിന്യായങ്ങൾ നോക്കി കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ ഇവിടെയും ചീഫ് ജസ്റ്റിസും ഹൈക്കോടതിയും ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഹൈക്കോടതിയും അഭിഭാഷകരും തമ്മിൽ യാതൊരു പ്രശ്നം, മാധ്യമ പ്രവർത്തകരും തമ്മിൽ ദർ ഇസ് നോ പ്രോബ്ലം. ഇവിടെ പ്രശ്നം അഭിഭാഷകരുമായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് ബാക്കിയൊക്കെ സ്റ്റാറ്റസ് കോയിൽ നിർത്തിക്കൊണ്ട് 19ന്റെ ആ സ്റ്റാറ്റസ് കോ ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ആ ഇഷ്യൂവിലേക്ക് എത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാനാണ് തയ്യാറാവേണ്ടത്. അതാണ് ചീഫ് ജസ്റ്റിസ് ചെയ്യേണ്ടത്. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഇപ്പോൾ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ PM മനോജ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ PM മനോജ്, ഇപ്പോൾ കോടതിയുടെ അകത്താണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. അവിടെ മാധ്യമപ്രവർത്തകർ ചെല്ലുമ്പോൾ തടയുക അല്ലെങ്കിൽ അവരെ മർദ്ദിക്കും എന്ന് ഭീഷണിപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ അതിനു മുൻപ് ഇത് കോടതിക്ക് പുറത്തുള്ളൊരു വിഷയം കൂടിയായിരുന്നു. ആ സമയത്ത് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഭാഗമായാണോ ഈ 2.5 മാസം കോടതിയിൽ പോകാനും അവിടെ സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാനും മാധ്യമപ്രവർത്തകർക്ക് സാധിക്കാതെ പോയത്? രാജീവേ, ഇവിടെ പ്രശ്നം രാജീവ് ഇപ്പൊ ചോദിച്ചതല്ല, മറിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അത് വഷളാക്കുകയും ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. ദൗർഭാഗ്യവശാൽ എനിക്ക് ഇവിടെ പറയേണ്ടി വരുന്നു, എന്റെ സുഹൃത്ത് ശ്രീ N. പത്മനാഭൻ, അദ്ദേഹം പാതി ബന്ധ ചില വിവരങ്ങളുമായിട്ടാണ് ഇവിടെ അവതരിച്ചത്. അദ്ദേഹത്തിന് യൂണിയനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, യൂണിയന്റെ തലപ്പത്ത് അദ്ദേഹം എത്താത്തതിന്റെ ചെറുവുണ്ടാവും, ഒക്കെ ഉണ്ടാവാം. പക്ഷെ അദ്ദേഹം ഇന്നലെ ആ നടന്ന യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ.
അവിടെ നടന്ന കാര്യങ്ങൾ തീർത്തും അവാസ്തവമായിട്ടാണ്, അതായത് തീർത്തും തെറ്റായ രീതിയിലാണ് ശ്രീ പത്മനാഭൻ ഇവിടെ അവതരിപ്പിച്ചത്. അവിടെ ഈ കേരളത്തിന്റെ ബഹുമാനനായ ചീഫ് ജസ്റ്റിസും കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകളും അതോടൊപ്പം മാധ്യമ പ്രവർത്തക യൂണിയന്റെ പ്രതിനിധികളും അഭിഭാഷകരും ബാർ കൗൺസിലിന്റെ പ്രതിനിധികളും ചേർന്ന് എടുത്ത തീരുമാനം ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നാണ്. അഭിഭാഷകർക്കിടയിൽ ചില ഹൂളിഗാൻസ് ഉണ്ട്, ഗുണ്ടകളുണ്ട്, മാധ്യമ പ്രവർത്തകർക്കിടയിലും ഗുണ്ടകളുണ്ട്. ഇവർ തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് അഭിഭാഷക സമൂഹമാകെയും മാധ്യമ സമൂഹമാകെയും ഏറ്റെടുത്ത് യുദ്ധം ചെയ്യേണ്ട പ്രശ്നമാണ് എന്ന് അവിടെ ഒരാളും കണ്ടിട്ടില്ല. മറിച്ച് ഈ നിർഭയമായി നിഷ്പക്ഷമായി കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യണം, ആ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന ചർച്ചയാണ് അവിടെ നടന്നത്. അതിലാണ് കേരളത്തിന്റെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് കൃത്യമായ തീരുമാനം പറഞ്ഞത്, ഞങ്ങള് ട്രൂ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യുമെന്ന്. അപ്പോ അത് ഇന്നു മുതൽ തുടങ്ങേണ്ടതായിരുന്നു. ആ തുടങ്ങുമ്പോ പിന്നെ ഇത്തരം ചില ഹൂളിഗാൻസ്, ആ അഭിഭാഷകർക്കിടയിൽ എല്ലാവരും നല്ലവരാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കുറെ കുഴപ്പക്കാരുണ്ട്, ആ കുഴപ്പക്കാർ ഇടപെട്ടിട്ടുണ്ടാവും. ആ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ഒരു നേരിയ പ്രശ്നമാണ് ഇത് നടന്നത്. അത് പരിഹരിക്കാൻ ചർച്ചയുടെ അല്ലെങ്കിൽ സമവായത്തിന്റെ മാർഗം തേടാതെ ഈ യൂണിയൻ മോശം, യൂണിയൻ നേതൃത്വം മോശം, അഭിഭാഷകര് മോശം. അവിടെ ശ്രീ MK ദാമോദരൻ കേരളത്തിലെ മുൻ AG ആണ്, അതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ അഭിഭാഷകരാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു പ്രശ്നവുമില്ലാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളത് ചെയ്യും എന്നാണ്. തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ് അവിടെ നടന്നത്. ശരിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളൊന്നും പുറത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങൾ ഏകണ്ഠമായിട്ട് തീരുമാനിച്ചതായിരുന്നു. അപ്പോ ഇവിടുന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഈ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള ഇത്തരം ഇടപെടലുകൾ അതാണ് നമ്മൾ തടയേണ്ടത്. അതിലുപരിയായിട്ട് നമുക്കിത് ജുഡീഷ്യസ് ആയിട്ട് പരിഹരിക്കണം. അതിന് മാധ്യമ പ്രവർത്തകരുടെ യൂണിയൻ ഉണ്ട്, മാധ്യമങ്ങളുടെ നേതൃത്വമുണ്ട്, അതുപോലെ അഭിഭാഷകരുടെ നേതൃത്വമുണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ആ ജുഡീഷ്യറി വളരെ തുറന്ന മനസ്സോടെയാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞ ചില തമാശ വർത്തമാനങ്ങൾ പോലും ചില ജഡ്ജിമാരെയോ അല്ലെങ്കിൽ ജുഡീഷ്യറിയോ അപമാനിക്കുന്ന രീതിയിലേക്ക് ഇവിടെ വലിച്ചു കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ശ്രീ പി എം ഒരു ഒറ്റ കാര്യം ചോദിച്ചോളൂ. താങ്കൾ നേരത്തെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയുണ്ട്, അഭിഭാഷകരുടെ സംഘടനയുണ്ട്, അതുവഴി ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ പരിഹാരത്തിനുള്ള ശ്രമം നേരത്തെ നടന്നിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾക്കൊടുവിൽ തല്ലാനും തല്ലുകൊള്ളാനുമായി ആരും ഇങ്ങോട്ട് വരേണ്ട എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് തികച്ചും സ്വതന്ത്രമായി കോടതികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് സംരക്ഷിക്കും എന്ന് അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തു. പക്ഷേ ഈ പ്രസ്താവനകൾക്കപ്പുറത്ത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതൊരു വസ്തുതയല്ലേ? രാജീവ്, ഇവിടെ ഒരു വിഷയം, സർക്കാർ ഇതിലൊരു കക്ഷിയല്ല. തല്ലാനും തല്ലുകൊള്ളാനും ആരും ഇവിടേക്ക് വരേണ്ടതില്ല എന്നല്ല, ആരും കോടതിയിലേക്ക് ചെല്ലേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അത് തല്ലുന്ന വക്കീൽമാരാണെങ്കിൽ തല്ലുന്ന വക്കീലുമാര്, തല്ല് കൊള്ളുന്ന മാധ്യമക്കാരാണെങ്കിൽ അങ്ങനെ, തിരിച്ചാണെങ്കിൽ അങ്ങനെ. അപ്പൊ കോടതി തല്ല് കൊടുക്കാനും കൊള്ളാനുമുള്ള ഒരു വേദിയല്ല എന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കില്ലേ? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് പ്രശ്നം വഷളായപ്പോ ഇനി ജുഡീഷ്യറിക്ക് ഇടപെടാനുള്ള സമയമായി എന്ന് നമ്മളെല്ലാം കേട്ടതല്ലേ? അപ്പൊ ഇവിടെ ആ ഇടപെടലാണ് ജുഡീഷ്യറി ഇന്നലെ നടത്തിയത്. ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ചീഫ് ജസ്റ്റിസും 8ഓളം പ്രധാനപ്പെട്ട ജഡ്ജിമാരും അതുപോലെ മാധ്യമ പ്രവർത്തക സംഘടനയുടെ നേതാക്കളും അതോടൊപ്പം തന്നെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷന്റെ പ്രതിനിധികളും മാധ്യമ ഉടമകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, മാധ്യമ പത്രാധിപന്മാരും ചേർന്ന ഒരു വിശാലമായ യോഗം, വളരെ നീണ്ട യോഗം ഇന്നലെ നടന്നത്. അവിടെ തുറന്ന ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ എല്ലാം ഉണ്ടായി. അതിന്റെ അവസാനം തീരുമാനിച്ചത് നിർഭയമായ റിപ്പോർട്ടിങ്ങിനുള്ള, സ്വതന്ത്രമായ റിപ്പോർട്ടിങ്ങിനുള്ള സൗകര്യം അനുവദിക്കും, അത് സംരക്ഷിക്കാൻ ജുഡീഷ്യറിയും അതുപോലെ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാണ്. അതിന്റെ പോസിറ്റീവ് സെൻസിൽ എടുത്തിട്ടാണ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ടിങ്ങിന് പോയത്. അപ്പോൾ ആ സമയത്ത് ഏതാനും അഭിഭാഷകരുടെ ഇടയിൽ എല്ലാവരും നല്ലവരാണെന്നോ എല്ലാവരും ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെന്നോ എനിക്ക് അഭിപ്രായമില്ല. അവരുടെ ഇടയിൽ ഗുണ്ടകളുണ്ട്, ഹൂളിഗാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, എന്റെ സമൂഹമാണ് മാധ്യമ സമൂഹത്തിലും അതുപോലെ മനുഷ്യത്വരഹിതമായി അല്ലെങ്കിൽ സമൂഹ വിരുദ്ധമായി
പെരുമാറുന്ന ആളുകളുണ്ട് എന്ന് സമ്മതിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. അത്തരക്കാർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ ഈ തരത്തിലല്ല വേണ്ടത്. അതിനൊരു ജുഡീഷ്യസ് സെറ്റിൽമെന്റ് വേണം. ആ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ ജുഡീഷ്യറിയുടെ സഹായം തേടാം, അതുപോലെ സഹകരണം തേടാം, ഗവൺമെന്റിന്റെ സഹകരണം തേടാം. ഗവൺമെന്റിന് കോടതിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ലല്ലോ. ഗവൺമെന്റിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ കോടതിക്ക് അകത്താണ് പ്രശ്നങ്ങൾ, പക്ഷെ അത് കോടതിക്ക് പുറത്തു വെച്ച് പരിഹരിക്കാനുള്ള ചില ശ്രമങ്ങളെങ്കിലും നേരത്തെ നടത്തിയിരുന്നു. പക്ഷെ അത് തുടർന്നു കൊണ്ടുപോയില്ല. സർക്കാർ ഇതിലൊരു കക്ഷിയല്ലാതിരിക്കാം, പക്ഷേ സർക്കാർ കൂടി നോക്കേണ്ട രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ. ആ വിഭാഗങ്ങൾ തമ്മിൽ കലഹമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് അതൊരു വിഷയമാകേണ്ടതല്ലേ? സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം, കോടതി വളപ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നാൽ ദേഹോപദ്രവം ഏൽക്കില്ല എന്നൊരു അന്തരീക്ഷം അത് സൃഷ്ടിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടായിരുന്നില്ലേ? കോടതി വളപ്പിനകത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്ന് തത്വത്തിൽ നാം അംഗീകരിച്ചാൽ പോലും കോടതിക്കകത്ത്, കേരള ഹൈക്കോടതിയുടെ വളപ്പിനകത്ത് കേരളത്തിലെ പോലീസിന്, കേരളത്തിലെ ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ കഴിയുക? അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം, നമ്മൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുത്ത സംവിധാനമാണല്ലോ ഇന്ത്യയിലുള്ളത്. അതിന്റെ ഉത്തരവാദിത്വം ജുഡീഷ്യറിക്കാണ്. ജുഡീഷ്യറി അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം കൂടി, അവസാനമായ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞത്, ഒരു പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുക കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർക്ക് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതൊന്നുമില്ലാത്ത വിധത്തിൽ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഒരു ചർച്ചകളിലൂടെ സൃഷ്ടിക്കുക എന്ന ബാധ്യത, അത് നിറവേറ്റാൻ സർക്കാരിന് സാധിച്ചോ എന്നതാണ്. അല്ല, രാജീവ്, ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന് ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയുക ഒരു കോടതിക്കകത്തുള്ള കാര്യത്തിൽ? അപ്പൊ സർക്കാർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് CPIM ആണ്. CPIMന്റെ മുഖപത്രമാണ് ദേശാഭിമാനി. ആ ദേശാഭിമാനിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ അവിടെ പോയി പങ്കെടുത്തത്. ദേശാഭിമാനിയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അവിടെ കണ്ട കാര്യങ്ങൾ, കണ്ടതായി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അത് അമിക്കബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സെറ്റിൽമെന്റ്, നിർഭയമായ റിപ്പോർട്ടിങ്, സത്യസന്ധമായ റിപ്പോർട്ടിങ്, അതിനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഇല്ല എന്നൊരു തോന്നൽ അവിടെ ഉണ്ടായിരുന്നു. ആ തോന്നൽ പരിഹരിക്കാനാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ജഡ്ജിമാരും ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് എല്ലാവരും ശ്രമിച്ചത്. പക്ഷേ അത്തരമൊരു ശ്രമം തടയാൻ പോലും ഈ അഭിഭാഷകർക്കിടയിലുള്ള ഗുണ്ടകളും പത്രപ്രവർത്തകർക്കിടയിലുള്ള അനാശാസ്യ പ്രവണതക്കാരും ശ്രമിക്കുന്നു എന്ന തോന്നൽ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് അവിടെ ഹൈക്കോടതി റിപ്പോർട്ടിങ്ങിന് ഒരു പ്രശ്നവുമില്ല എന്ന് വക്കീൽമാർ പറയുമ്പോഴും, ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യവുമില്ല എന്ന് മാധ്യമപ്രവർത്തകർ പറയുമ്പോഴും, അത് അപ്പടി വിഴുങ്ങി നമ്മൾ തീരുമാനത്തിലെത്തുമ്പോഴാണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. വളരെ നന്ദി ശ്രീ PM മനോജ്, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റ് അതിഥികളിലേക്ക് മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു ശ്രീ PA സുബൈർ. ഇവിടെ അഭിഭാഷകരുടെ സംഘടനയുടെ പ്രതിനിധിയും ഇപ്പോൾ PM മനോജും സൂചിപ്പിച്ചതുപോലെ അഭിഭാഷകരിലെ തന്നെ ഒരു വിഭാഗം ആളുകളുടെ മാത്രം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണോ ഇന്നത്തെ സംഭവം ഉണ്ടായത്? അവിടുന്ന് ഹൈക്കോടതി വളപ്പിൽ നിൽക്കെ സുബൈറിന് തോന്നിയത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അന്നും ആ 2 ദിവസവും, ജൂലൈയിലെ ആ 2 ദിവസവും ഇന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ഒരു സ്ഥിരം മുഖങ്ങളുണ്ട്. അതായത് അന്നത്തെ സംഭവത്തിൽ ഇന്നത്തെ സംഭവത്തിലുള്ള മുഖങ്ങൾ, അത് ശരിക്കും അതിലേക്കൊരു അന്വേഷണം ഇതുവരെ പോയിട്ടില്ല എന്ന് വേണം. കോടതിയാണെങ്കിൽ പോലും ഇതിൽ ചെന്നവരോ യോഗത്തിൽ ചെന്നവരോ അതിലേക്ക് ഇതുവരെ എത്തി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത്തരം ആ ഒരു സ്ഥിരമുഖങ്ങൾ, ഇത്ര അക്രമം ഉണ്ടാക്കുന്ന സ്ഥിരമുഖങ്ങളെ കണ്ടെത്തി താക്കീത് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാണ് എനിക്ക്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയാണല്ലോ സ്ഥിരം വീണ്ടും വീണ്ടും ആക്രമിക്കാൻ വരുന്നത്. ഇവർ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നില്ലെങ്കിൽ പോലും അതിനെതിരെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത വലിയൊരു സമൂഹം, അഭിഭാഷക സമൂഹം ഇരിക്കുകയാണ്. ചിലപ്പോൾ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറയും അതങ്ങനെ തീരേണ്ട കാര്യമാണ്. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായി, അത് മാധ്യമപ്രവർത്തകരുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇത്രയും നാൾ പോകേണ്ട കാര്യമല്ല. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും, പിന്നെ ഒരാൾ പറഞ്ഞത് സത്യമാണ്, കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ പക്ഷേ കൊലപാതകം നടന്ന് 1 മാസം കഴിയുമ്പോഴത്തേക്ക് അവിടെ സമാധാന അന്തരീക്ഷം വരും. എന്തുകൊണ്ട്
ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ ഈ രണ്ട് വക്കീലന്മാരും പത്രപ്രവർത്തകരും അവർ തമ്മിലുള്ള ചെറിയ ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ ചെറിയ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? അത് പരിഹരിക്കരുത് എന്ന് താല്പര്യമുള്ള എന്തോ ഘടകമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും സംശയിക്കേണ്ടി വരും. എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം എനിക്കും തോന്നുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ ഈ സംഭവങ്ങളിൽ അക്രമികളെ നേരിട്ട് എപ്പോഴും ഈ 3 സംഭവങ്ങളിൽ കണ്ട ആൾ എന്ന നിലയിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, എന്തോ ഈ അക്രമികൾ എന്ന് കരുതുന്നവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലൂടെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം. അല്ലെങ്കിൽ വീണ്ടും നാളെ ഇപ്പോൾ തിങ്കളാഴ്ച ചെല്ലാൻ കോടതിയിലേക്ക് വരാൻ പറ്റുമോ എന്ന് ഞങ്ങൾ രജിസ്ട്രാറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് ചീഫ് ജസ്റ്റിസിന് മുന്നിൽ സമർപ്പിക്കാം നിങ്ങളുടെ പരാതി, എന്നിട്ട് അദ്ദേഹം പറയട്ടെ ഒരു തീരുമാനം എന്നാണ്. അപ്പോൾ ഇന്നലെ ധാരണയായി എന്ന് പറയുന്ന സംഭവത്തിന് വീണ്ടും ഫലമില്ലായ്മയായി, വീണ്ടും ജൂലൈയിലെ ആ ദിവസങ്ങളിലേക്ക് തന്നെ ഈ കഴിഞ്ഞ 2.5 മാസങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കായി. അപ്പോൾ ഇനി കോടതി സത്യത്തിൽ ഇന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം, ഇനി കോടതി റിപ്പോർട്ടിംഗ് തന്നെ സാധ്യമല്ല എന്ന് തോന്നിയ ദിവസമാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ അന്ന് 2 ദിവസം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കപ്പെടും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നം അത് പരിഹരിക്കപ്പെടും, വീണ്ടും കോടതി റിപ്പോർട്ടിംഗ് പുനരാരംഭിക്കും. പക്ഷെ ഇന്ന് എനിക്ക് തോന്നിയത്, സത്യസന്ധമായി ഞാൻ പറയട്ടെ, കോടതി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ ഇനി സാധ്യമാണോ എന്നുള്ള ആശങ്ക അതെനിക്കിന്നുണ്ടായി. ഇവിടെ സുബൈർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായി തർക്കങ്ങളുണ്ടാവാം, അത് വാക്കേറ്റത്തിൽ കലാശിക്കാം, അത് കയ്യാങ്കളിയിലേക്ക് എത്താം. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളായി നമ്മൾ കാണുക. അതിനെ ചൊല്ലി പരാതികളുണ്ടാവും. ആ പരാതികളിൽ അന്വേഷണങ്ങൾ നടക്കണം. അത് ന്യായാന്യായങ്ങൾ വിചാരണ ചെയ്ത് തീർപ്പാക്കുകയും വേണം. ഈ ന്യായാന്യായ വിചാരണയിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളുകളാണ് അഭിഭാഷകർ. അവർക്കിത് കൃത്യമായി അറിയാം. ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ അതിനെ നിയമപരമായി എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എങ്ങനെയാണ് എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതറിയുന്നവർ തന്നെ ഇത്തരമൊരു നടപടികളിലേക്കൊക്കെ, അതിലൊരു വിഭാഗം ഇത്തരമൊരു നടപടികളിലേക്കൊക്കെ പോകുമ്പോൾ മനഃപൂർവ്വം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന ഒരു തീരുമാനം അതുണ്ട് എന്ന് നമ്മൾ കരുതണ്ടേ? ഇതിലിപ്പോൾ മനോജ് പറഞ്ഞത് തന്നെയാണ് വസ്തുത. ഈ അഭിഭാഷക സമൂഹത്തിൽ, അഭിഭാഷകരുടെ ഇടയിൽ ചില ആളുകളുണ്ടാവും ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി, അതുവഴി സർക്കാരിനെ ചീത്തയാക്കാൻ വേണ്ടി, സർക്കാരിന് ദുഷ്പേരുണ്ടാക്കാൻ വേണ്ടി, ഹൈക്കോടതിക്ക് ദുഷ്പേരുണ്ടാക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് എല്ലാ സമൂഹത്തിലും ഉണ്ടല്ലോ. ഇപ്പം പറഞ്ഞ കാര്യത്തിൽ 1-2 കാര്യങ്ങൾ എനിക്ക് വളരെയധികം പ്രതിഷേധാർഹമായിട്ട് തോന്നിയത്. ഒന്ന് എം കെ ദാമോദരനെ പറ്റി. എം കെ ദാമോദരൻ വക്കീൽ ഒരു ബാഹ്യ ശക്തിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ദാമോദരൻ വക്കീൽ ദീർഘകാലമായ ഹൈക്കോടതിയിലുള്ള ഒരു സീനിയർ അഡ്വക്കറ്റാണ്. അദ്ദേഹം മുൻ AG ആയിരുന്നു. അഭിഭാഷക സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. അത്തരമൊരാളെ പറ്റി ഒരു ബാഹ്യ ശക്തി എന്നൊക്കെ അങ്ങനെ പറയാൻ. അതുപോലെ ജസ്റ്റിസ് KT ശങ്കരൻ എന്നൊക്കെ പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ഏറ്റവും മാന്യനായ ജഡ്ജിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിനെ പറ്റിയൊക്കെ വളരെ മോശമായ അഭിപ്രായമാണ് ഇവിടെ ഒരാൾ പറഞ്ഞു വെച്ചത്. അതൊന്നും ശരിയല്ല. അതുപോലെ ചീഫ് ജസ്റ്റിസ് ഒരു നോക്കൂത്തിയായി. കോടതിക്കൊരു രീതിയുണ്ട്. കോടതിക്കൊരു കാര്യം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെറ്റീഷൻ വരണം, അതിൻ്റെ മുകളിൽ അതൊക്കെ അതിൻ്റെ ഒരു ഔപചാരികമായ രീതികളാണ്. അതുകൊണ്ടാണ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർക്ക് പരാതി കൊടുത്ത് അതിൻ്റെ മുകളിൽ പരിശോധന നടത്തി ഒരു തീരുമാനം എടുക്കും. അല്ല എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനോ ഇല്ല ഇടപെടാനോ കോടതിക്ക് കഴിയാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കോടതി മാധ്യമ റിപ്പോർട്ടിങ്ങിനൊന്നും ഒരു വിലങ്ങും ഉണ്ടാക്കുന്നില്ല. അഭിഭാഷകരും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരല്ല. മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും നിലനിൽക്കണം എന്നുള്ള ആഗ്രഹക്കാരി തന്നെയാണ് അഭിഭാഷകർ. ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്നവരാണ്. ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിലൊന്നാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് കൃത്യമായി പറയുന്നില്ലെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന അഭിഭാഷകർ അതിനെതിരാവുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ മാധ്യമങ്ങൾ എന്ന പേരും പറഞ്ഞ് ഈ മാധ്യമങ്ങൾക്കിടയിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് ഞാനിപ്പോൾ മാധ്യമ സമൂഹത്തിനെ ആകെ ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ മാധ്യമങ്ങളുടെ ഇടയിൽ വളരെ മോശമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. വാർത്തകൾ കൊടുക്കുന്നതിൽ പക്ഷപാതിത്വമുണ്ട്. പക്ഷേ അതൊക്കെ വേറൊരു വിഷയമാണല്ലോ, വാർത്തകൾ കൊടുക്കുന്നതിലെ പ്രശ്നമൊക്കെ. അത്തരം ആളുകൾ ബോധപൂർവം സർക്കാരിനെയും കോടതിയെയും ചീത്തയാക്കാൻ വേണ്ടി, ദുഷ്പേരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ മാധ്യമങ്ങളെ പ്രവർത്തകന്മാരുടെ കൂടെ ഉണ്ടാവില്ല. അതുണ്ടായിരിക്കാം. പക്ഷേ ചീഫ് ജസ്റ്റിസ് ഇരിക്കുന്ന ഒരു കോടതി മുറിക്ക് പുറത്ത് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നു. ശരിയാണ്, ഒരു പരാതി വേണം. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചീഫ് ജസ്റ്റിസിന് കോടതി നടപടിക്രമം അനുസരിച്ച് അല്ലെങ്കിൽ നിയമപരമായി തീർപ്പുകളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കോടതി മുറിക്ക് പുറത്ത് ഇത്തരമൊരു പ്രശ്നമുണ്ടാവുകയും മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി
റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്താൽ സ്വാഭാവികമായും ഉടൻ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലേ? അദ്ദേഹത്തിന് ബോധ്യപ്പെടണമല്ലോ. അവിടെ ഈ ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ബെഞ്ചിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ കാണുമ്പോൾ ഒരു വിഷയത്തിനെ പറ്റി ആധികാരികമായിട്ട് ഒരു ധാരണ എത്താൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നീതിബോധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പെറ്റീഷൻ വന്നു, അതിനെ സംബന്ധിച്ച് വക്കീലന്മാരുടെ ഭാഗത്തുനിന്നുള്ള അവരെ റിപ്പോർട്ട് കേൾക്കണ്ടേ, സ്വതന്ത്രമായ റിപ്പോർട്ടിങ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ടേ, എന്നിട്ടല്ലേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് ബെഞ്ചിൽ നിന്ന് ചാടി ഇറങ്ങി ഇടപെട്ട് ആളുകളെ മാറ്റുന്ന സ്ഥിതി അതങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്തരം ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ആളുകളെ മാറ്റി നിർത്തുന്നതിലേക്കോ ഒരു നടപടിയിലേക്കോ ഒന്നുമല്ല. പക്ഷേ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഇവിടെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്തോളൂ, നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഒരു നിലപാടിലേക്ക് കോടതിക്ക് എത്താമല്ലോ. റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കോടതി മുറിയിലെത്തുക, കോടതി മുറിയിൽ തുറന്ന കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ കാണാനുള്ള അവകാശം മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല, ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എല്ലാ മനുഷ്യർക്കുമുണ്ട്. ആ അവകാശം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്നുള്ളൂ എന്ന് പറയാൻ ചീഫ് ജസ്റ്റിസിന് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അല്ല, അതിപ്പോൾ ഈ തർക്കത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാതെ ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. എന്താണ് മാധ്യമപ്രവർത്തകരും വക്കീലന്മാരും തമ്മിലുള്ള തർക്കത്തിൻ്റെ മൂലകാരണം, അതിൻ്റെ അടിസ്ഥാനം അത് പരിശോധിക്കാനുള്ള ബാധ്യത ചീഫ് ജസ്റ്റിസിനുണ്ടല്ലോ. അത് പരിശോധിക്കാതെ ഒരു അഭിപ്രായം പറയാമെന്ന് പറയുമ്പോൾ ജുഡീഷ്യൽ ആവുന്നില്ലല്ലോ. ജുഡീഷ്യറിയുടെ ഒരു സിസ്റ്റം പ്രകാരം അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത് ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അഭിഭാഷകർ തെറ്റ് ചെയ്തു എന്നോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അത്തരം തർക്കങ്ങളിലേക്കോ ന്യായാന്യായ വിചാരങ്ങളിലേക്കോ അല്ല. മാധ്യമപ്രവർത്തകരായ 4 പേർ അല്ലെങ്കിൽ 5 പേർ അല്ലെങ്കിൽ 8 പേർ കോടതി മുറിയിൽ എത്തുന്നു. അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇന്നത്തെ കോടതി നടപടികൾ കേൾക്കാനും റിപ്പോർട്ട് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. ആ അവകാശം ഇന്ന് നടക്കണം എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് സാധിക്കില്ലേ? സാധിക്കും. പക്ഷേ കോടതിക്ക് പുറത്തു വെച്ചാണല്ലോ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോടതിക്ക് പുറത്ത് വെച്ചാണല്ലോ പ്രശ്നം. കോടതിക്ക് പുറത്ത് വെച്ച് എന്താ പ്രശ്നം എന്ന് ചീഫ് ജസ്റ്റിസിന് ഉള്ളിൽ നിന്ന് അറിയാൻ കഴിയില്ലല്ലോ. കോടതിക്ക് പുറത്ത് വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ഒരു ധാരണ ചീഫ് ജസ്റ്റിസിന് ഉണ്ടാവണം. അതിനാണ് രജിസ്ട്രാർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്ട്രാർക്ക് ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കി അതൊക്കെ വെച്ച് പരിശോധിച്ചിട്ടല്ലേ ചീഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായം അറിയാൻ പറ്റൂ. കോടതിക്കുള്ളിലുള്ള പ്രശ്നമല്ലല്ലോ, കോടതിക്ക് പുറത്തല്ലേ പ്രശ്നം. പി എസ് സുബൈർ, ഒറ്റ സംശയം, ഇത് കോടതി മുറിക്ക് പുറത്തു വെച്ചാണ് അഭിഭാഷകർ വന്ന് നിങ്ങളോട് ഇവിടെ നിൽക്കരുത്, ഇവിടെ കാണരുത്, ഞങ്ങൾ വരരുത് എന്ന് പറഞ്ഞ ചില ആളുകൾ നിങ്ങൾക്കൊപ്പമുണ്ട്, ഇവിടെ നിന്നാൽ തല്ലുകൊള്ളും എന്നൊക്കെ പറഞ്ഞത് കോടതി മുറിക്ക് പുറത്തു വെച്ചാണ്. ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാർക്ക് ഇതൊരുപക്ഷെ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അത് കാണാൻ സാധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 നിലകളുള്ള ഹൈക്കോടതിയുടെ 4ാം നിലയിലെ ആണ് ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി ഉള്ളത്. അപ്പോൾ അവിടെ അതിന് മുൻവശത്ത് ഒരു വരാന്തയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. വളരെ കോടതിയുടെ മറ്റേ അറ്റത്താണ് ചീഫ് ജസ്റ്റിസും കൂടെയുള്ള ജഡ്ജും ഇരിക്കുന്നത്, ഡിവിഷൻ ബെഞ്ചായിട്ടിരിക്കുന്നത്. അത് നേരിട്ട് കാണാൻ സാധിച്ചെന്നിരിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, അവിടെ എപ്പോഴും വക്കീലന്മാരൊക്കെ ആളുകളും കക്ഷികളൊക്കെ കൂടി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് പേർ അവിടെ കൂടി നിൽക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ അതത്ര ശ്രദ്ധയിൽ പറഞ്ഞാൽ മതി. പക്ഷേ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി, കോർട്ട് ഓഫീസർ മുഖേന ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നെ ഇന്നലത്തെ ഉറപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് പത്രക്കാരാണ് വ്യക്തമാണ് കാര്യം. ഞങ്ങളുടെ കയ്യിൽ പേരൊക്കെ ഉള്ളതുകൊണ്ട്. സുബൈർ, ഒരൊറ്റ കാര്യം, നിങ്ങളിത് ഇക്കാര്യം കോർട്ട് ഓഫീസർ വഴി ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഇന്നേ ദിവസം ഈ കോടതി മുറിയിൽ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവസരമുണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. അല്ല, ഇത് ഇത്തരം ഒരു പുറത്ത് നടക്കുന്ന സംഘർഷാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന് ഞങ്ങൾക്ക് നേരെ നടക്കുന്ന സംഘർഷാവസ്ഥയെക്കുറിച്ച് മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ മാത്രമേ ഞങ്ങൾ ആ സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതും കേസിനിടയ്ക്ക് ഞങ്ങൾ പറയുകയാണ്, കോർട്ട് ഓഫീസറോട് ഒരു നിമിഷം ചോദിച്ചിട്ട് ഞങ്ങൾ പറയുകയാണ് ചെയ്തത്. അടുത്ത കേസ് എടുത്ത ശ്രീ എൻ പത്മനാഭൻ, ഇവിടെ അഭിഭാഷകരിലെ ഒരു വിഭാഗം അവരുടെ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ദുരുദ്ദേശങ്ങൾ, അത് മാത്രമാണോ ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം? കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഇടയിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ എന്നുള്ള രീതിയിൽ എനിക്ക് അഡ്വക്കേറ്റ് നാരായണനും എൻ്റെ പ്രിയ സുഹൃത്ത് PM മനോജും പറയുന്നത് മനസ്സിലാവുന്നേയില്ല. അതായത് ഓരോ അടുക്കളയിൽ നിൽക്കുന്നത് അവരുടെ രുചി പോലെ ഇരിക്കും ബന്ധമാണോ ഇല്ലയോ എന്നുള്ള കാര്യം, അതെങ്ങനെയാണ് ബന്ധം എന്നുള്ളത്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ മുതൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ചർച്ചയായ കാര്യമാണ്. അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവും, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. വേണമെങ്കിൽ എൻ്റെ പേരിൽ കണ്ടംപ്റ്റ് എടുക്കട്ടെ, ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്.
ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്തുകൊണ്ടോ പരിഹരിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിൽ സാമൂഹ്യ വിരുദ്ധന്മാർ എന്നെ പോലത്തെ 1-2 പേരല്ലാണ്ട് മറ്റാരും ഉണ്ടാവുന്നില്ല. അപ്പൊ മനോജും നാരായണ വക്കീലും പറയുന്നതനുസരിച്ചിട്ട് അവിടെ വക്കീലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആ സാമൂഹ്യ വിരുദ്ധന്മാരെ നിലയ്ക്ക് നിർത്താൻ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് കഴിഞ്ഞിട്ടില്ല, ജഡ്ജിമാർക്ക് കഴിഞ്ഞിട്ടില്ല, സഖാവ് നാരായണൻ വക്കീലിന്റെ സംഘടനയ്ക്ക് അടക്കം കഴിഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കേരള സർക്കാരിനോ ചീഫ് ജസ്റ്റിസിനോ കഴിഞ്ഞിട്ടില്ല. കോടതിക്കകത്ത് ആരെങ്കിലും കത്തിക്ക് കുത്തിയിട്ട് കഴിഞ്ഞാൽ എന്നാൽ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കട്ടെ എന്നാണോ പറയുക. കഴിഞ്ഞ 2 മാസമായിട്ട് ഈ പ്രശ്നം എന്താണെന്ന് പഠിക്കാനും അത് പരിഹരിക്കണമെന്നുമുള്ള ആഗ്രഹം ചീഫ് ജസ്റ്റിസിന് ഉണ്ടായിട്ടില്ലേ? അദ്ദേഹം വന്നിട്ട് 2 മാസമായല്ലോ. മാനക്കേടല്ലേ ഇത്? ഒരു പരാതി കിട്ടിയെങ്കിൽ മാത്രമേ മറ്റേ പ്രശ്നം പരിഹരിക്കുള്ളൂ. എന്നെന്താ അത് പോലീസ് കേസ്? അത് ഇത് കേരളത്തിലെ ബൗദ്ധിക തലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗം ആളുകളുടെ ഇടയിലുള്ള പ്രശ്നമാണ്. ആകെ ഏതാണ്ട് 20-ൽ താഴെ ആളുകൾ മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകരും കൂടി കോടതിയിലേക്ക് പോകുന്നില്ല. അത്രയും 20-ൽ താഴെ ആളുകളിൽ പകുതിയോളം പേർ വക്കീലന്മാർ തന്നെയാണ്. പിന്നെ 3 സ്ത്രീകളാണ്. അവർക്കുള്ള മിനിമം പ്രൊട്ടക്ഷൻസ് ഹൈക്കോടതിയിൽ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് കോൺസെപ്റ്റ് ചീഫ് ജസ്റ്റിസ്? ഞാൻ മനോജിനോടും ചോദിക്കുന്നു, സഖാവ് നാരായണൻ വക്കീലിനോടും ചോദിക്കുന്നു. ഇത് സാമൂഹ്യ വിരുദ്ധന്റെ കാഴ്ചപ്പാടാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോ. എനിക്ക് അത് എഴുതാത്ത പുറം വായിക്കുന്നത് ആ നിലപാട് ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് ജനകീയ ഇടപെടൽ ഉണ്ടാവണം. ഹൈക്കോടതിയെ സമ്മതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ വക്കീലന്മാരുണ്ടെങ്കിൽ, സാമൂഹ്യ വിരുദ്ധന്മാരായിട്ടുള്ള വക്കീലന്മാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താനും അവരെ ശാസിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞത്. അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബാധ്യതയാണ്. അവരംഗമായ സംഘടനയുടെ ഭാരവാഹികളുടെ ബാധ്യതയാണ്, ഗവൺമെന്റിന്റെയും ബാധ്യതയാണ്. അതാണ് ആവശ്യം. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവട്ടെ. ആ ഇടപെടൽ ഇല്ലാത്തിടത്തോളം കാലം, കൃത്യമായ ഇടപെടൽ കാലം നേരത്തെ ഉണ്ടായ സംഭവങ്ങളെ ചൊല്ലി ശ്രീയൻ പത്മനാഭൻ നേരത്തെ ഉണ്ടായ സംഭവങ്ങളെ ചൊല്ലി പരാതികൾ നൽകിയിട്ടുണ്ട്. പോലീസിന്റെ മുമ്പിലും കോടതിക്കും ഒക്കെ പരാതികൾ നൽകിയിട്ടുണ്ട്. ഇതിന്മേലൊക്കെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായതായി അറിവിലുണ്ടോ? എത്രയോ പരാതികൾ അവിടെയുണ്ട്, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ വളരെ തന്ത്രപരമായിട്ട് ഒരു കമ്മിറ്റി AGയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബോത്ത് ദ പാർട്ടീസ്, അഡ്വക്കേറ്റ്സ് ആൻഡ് ജേർണലിസ്റ്റ്, അണ്ടർ ദ പ്രസിഡന്റ്ഷിപ്പ് ഓഫ് AG ഉണ്ടാക്കി വെച്ചു. അതോടുകൂടി എന്തായി, ഇത് ആ കമ്മിറ്റി ഇങ്ങനെ സോൾവ് ചെയ്യുന്ന ലെവലിലേക്ക് വന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ കമ്മിറ്റിക്ക്. അപ്പം ഈ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വക്കീല് മാത്രമല്ല, അദ്ദേഹം ലീഡർ ഓഫ് ദ ബാർ ആണ്. ലീഡർ ഓഫ് ദ ബാർ എന്നുള്ള രീതിയിൽ വാട്ട് ദ റോൾ പ്ലേഡ് ബൈ ഓണറബിൾ അഡ്വക്കേറ്റ് ജനറൽ ഇൻ ദിസ് കേസ്, അദ്ദേഹത്തിന് ബാധ്യതയില്ലേ? ഇത് ഞാൻ പറയുന്നതല്ല, സെബാസ്റ്റ്യൻ പോളിനെയൊക്കെ പോലത്തെ പ്രഗത്ഭ വക്കീലന്മാർ പറയുന്നതാണ്. ഞങ്ങളൊക്കെ തന്നെ സ്ഥിരം, ഞാൻ കോടതിയിൽ പോയിട്ട് കേസ് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ഈ വക്കീലന്മാരോടൊക്കെ ബന്ധപ്പെടുമ്പം ദിസ് ഈസ് ദി ഇൻപുട്ട് വാട്ട് ഐ ആം ഗെറ്റിംഗ്, ഇതാണത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഉത്തരവാദിത്വം AG നിർവഹിച്ചിട്ടില്ല, ചീഫ് ജസ്റ്റിസ് നിർവഹിച്ചിട്ടില്ല. 2 കൂട്ടരെയും വിളിച്ചു. ഒരു കാര്യം രാജീവിന് അറിയാമോ? ഈ ആദ്യ ദിവസം അടി ഉണ്ടാവുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന, എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഒരു പ്രമുഖ ജഡ്ജ് നമുക്ക് ഇറങ്ങിച്ചെല്ലാം എന്ന് പറഞ്ഞു. നമുക്ക് ചെന്നിട്ട് അപ്പത്തെ 2 കൂട്ടരുടെ ഇടയിലും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ട് എന്ന് അന്നത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിനോട് പറഞ്ഞു. അദ്ദേഹം പോവാൻ തയ്യാറായില്ലേ? എങ്കിൽ ഞാൻ പോകാമെന്ന് ആ ജഡ്ജ് പറഞ്ഞു. അതും വിലക്കി. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ, ഇത് പരാതി വേണം, CRPC വെച്ച് പരാതി വേണം, അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ജസ്റ്റിസ് നാരായണ വക്കീൽ പറഞ്ഞൊരു വലിയ തമാശയുണ്ട്. ആദ്യം വക്കീലും കക്ഷിയും അറിഞ്ഞ ശേഷം മാത്രമേ മറ്റേ വിധി മാധ്യമ പ്രവർത്തകരെ അറിയാവുന്നുള്ളൂ. അതെനിക്കൊരു പുതിയ വിവരമാണ്. അതായത് ഓപ്പൺ കോർട്ടിൽ പറയുന്ന ജഡ്ജ്മെന്റ് അവിടുത്തെ മുഴുവൻ ആൾക്കാരും കേൾക്കുകയാണ്. ആ കേൾക്കുന്ന സാധനം അത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഈ പ്രതിയെയും അല്ല മറ്റേ കക്ഷിയെയും കക്ഷിയുടെ വക്കീലിനെയും പിടിച്ച് ആദ്യം സ്വകാര്യം പറഞ്ഞ ശേഷം മാത്രം മതി. ഇങ്ങനത്തെ ബാലിശമായ വാദങ്ങളൊന്നും ഞാൻ അത് വളരെയധികം ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് നാരായണ വക്കീൽ. അദ്ദേഹത്തെ പോലത്തെ ആൾക്കാർ പറയുമ്പം വളരെ എന്താ പറയുക, പക്ഷം പിടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവസാനമായി അഡ്വക്കേറ്റ് നാരായണൻ, ഇപ്പോൾ ശ്രീയൻ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളുണ്ട്. അഭിഭാഷകരുടെ സംഘടന, കോടതി, സർക്കാർ, പല സംവിധാനങ്ങളുണ്ട്. ഇവരൊന്നും വിചാരിച്ചിട്ടും ഇതൊന്നും ഇത്രയും കാലമായി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നൊരു വസ്തുത, അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശരിയല്ലേ?
ഇപ്പോൾ അഭിഭാഷക യൂണിയൻ സംഘടന ജഡ്ജിമാർ ഒക്കെ വളരെ സജീവമായി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട വ്യക്തികൾ കാണിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെയല്ലാതെ അഭിഭാഷകരെ ആകെ കുറ്റപ്പെടുന്ന രീതി അഭിഭാഷകരെ ആകെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട വ്യക്തികൾ കാണിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രയാസങ്ങളോ കുഴപ്പങ്ങളോ അത് തടയാൻ സാധിക്കുന്നില്ല എന്നതൊരു പ്രശ്നമായി നിലനിൽക്കുന്നു. സംഭവത്തിനെ പറ്റി ശ്രീ എൻ പത്മനാഭൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ വാർത്തയാണ് എനിക്ക്. അതായത് അവിടെ കാര്യമായ പ്രശ്നം നടന്നിട്ടില്ല എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയ വിവരം. വക്കീലന്മാർ കൂട്ടം കൂടി മാധ്യമപ്രവർത്തകന്മാരെ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ മാധ്യമപ്രവർത്തകന്മാർ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും ധരിച്ചിട്ടുണ്ടായ കുഴപ്പമാണെന്നാണ് ഞാൻ ഇവിടെ ഈ ചർച്ചയ്ക്ക് വരാൻ. എനിവേ നാരായണൻ വക്കീൽ എന്തായാലും ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തീർച്ചയായിട്ടും സുബൈറിനെ പോലെ സുബൈർ പ്രകടിപ്പിക്കുന്നത് പോലെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യം അഡ്വക്കേറ്റ് ഇ കെ നാരായണൻ, എൻ പത്മനാഭൻ, പി എ സുബൈർ ഒപ്പം പി എം മനോജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഇടപെടൽ അദ്ദേഹം അടുത്ത യോഗം സമവായ ചർച്ചയ്ക്കായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പോളിമിക്സ് കാണാം.